ഹേല ഗൈസ്, കാട്ടാളൻ നമ്മുടെ പുഷ്പിയും നമ്മുടെ വാളയാർ പരമശിവും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു KGF സ്റ്റൈലിലെടുത്ത് എങ്ങനെയുണ്ടാവും, അതാണ് കാട്ടാളൻ. നല്ല കാട്ടപ്പാട്ട്. ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഫുൾ മാസ സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നോക്കിയിട്ടുള്ളത് നമ്മുടെ പടത്തിലത്തെ മെയിൻ ഡയലോഗ്സ് എന്ന് പറഞ്ഞത് നമ്മളെ റോക്കി ബായി വരുന്ന ഡയലോഗില്ലേ, അവൻ വന്നത് ഗരുഡയെ കൊല്ലാൻ വേണ്ടി മാത്രമല്ല KGF പിടിച്ചടക്കാൻ കൂടിയാണ്. ആ ഒരു ടൈപ്പിലെ ഡയലോഗാണ് ഈ പടത്തിൽ മൊത്തം എഴുതി വെച്ചിട്ടുള്ളത്. ഇത് പെപ്പെ പറയുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും? ഡയലോഗൊന്നും എനിക്ക് അത്ര വലിയ മോശമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അധികം ഡയലോഗും പറയും, ബാക്ക്ഗ്രൗണ്ട് ഈ ഇൻട്രൊഡക്ഷൻ, ഈ ബാക്ക് സ്റ്റോറി, അങ്ങനെ സാധനം പറയുന്നത് ജഗദീഷും പിന്നെ സിദ്ദിഖിലും കൂടിയാണ്. സിദ്ദിഖ് പടത്തിലുള്ളത് ബാക്ക് സ്റ്റോറി പറയാൻ വേണ്ടി മാത്രമാണ്. പിന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് അത് ലാസ്റ്റ് പറയാം. പടം തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ ആ ഒരു നമ്മൾ വിത്തിലും കാണിക്കുന്ന സമയത്ത് ഒരു സ്റ്റോറി ബോർഡ് ടൈപ്പിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അങ്ങനെ പറയുന്ന ഒരു ടൈപ്പ് സംഭവം ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ടായി. അപ്പം അത് ഒരു പടത്തിൻ്റെ ഒരു വൈബ് എന്താണെന്നുള്ളത് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിൽ കുഴപ്പമുണ്ടായില്ല. കാരണം പടം തുടങ്ങി ഞാൻ വിചാരിച്ചു പടത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ പടം തുടങ്ങി കഴിയുമ്പോൾ അത് ശരിയാവുന്നില്ല. പക്ഷേ ആ ഒരു വൈബ് കുഴപ്പമുണ്ടായില്ല. പക്ഷേ പടം കുറച്ച് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ ശേഷം ഉണ്ടല്ല, എൻ്റെ ചെവി പൊട്ടുന്ന ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഒടുക്കത്തെ സൗണ്ട്, വന്നവരെയും പോയവരെയും കാണിക്കുമ്പോൾ വലിയ വലിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടക്കടകടാന്ന് അടിച്ച് ചെവി പൊട്ടിക്കുന്ന ടൈപ്പിലാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു കാട്, അവിടെ കുറേ ആൾക്കാരെ കൊണ്ടുവരുന്നത്, ഒരു ആനക്കൊമ്പ് കടത്തുന്ന സെറ്റപ്പ്, ഈ വന്നവരൊന്നും പുറത്തു പോകാൻ പാടില്ല, ഒരു KGFൻ്റെ സ്റ്റോറി വേറൊരു സ്ഥലത്ത് എടുത്ത് വെച്ചിട്ടില്ല. അതേപോലെ സംഭവം തന്നെ. ഇതാണ് മെയിനായിട്ട് പടത്തിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ പടം കാണുന്ന സമയത്ത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഒന്നും വേണ്ട. ഇത് ഒരു പ്ലെയിൻ സ്റ്റോറി. നമുക്കറിയാം ഇതിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ക്ലൈമാക്സ് എന്താവും, ഇതിൽ നിന്ന് ആരെയാന്ന് കൊല്ലാൻ പോകും, ഈ കാണുന്ന കുറേ വില്ലന്മാരുണ്ടാവും, ഇതിൽ ഏത് വില്ലന്മാർ ചാവും, ആരൊക്കെയാണ് ലാസ്റ്റ് ചാവൽ, എല്ലാം നമുക്ക് കറക്റ്റായിട്ട് പ്രഡിക്റ്റബിൾ ആവും. പടത്തിൻ്റെ ആക്ഷനും പരിപാടിയൊന്നും പ്രശ്നമില്ല. കാരണം മൊത്തത്തിൽ ഫുൾ ആക്ഷനും മാസ് പരിപാടിയാണ് പടത്തിൽ പിടിക്കാൻ നോക്കിയിട്ടുള്ളത്. പക്ഷേ അതൊന്നും പെപ്പ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പടം ആ ഫൈറ്റിൽ സ്ലോ മോഷൻ ഒരു ആക്ഷൻ കാണിച്ചിട്ട് ആ സ്ലോ മോഷൻ ഒരു കട്ടിൽ നിന്ന് മറ്റൊരു കട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കിലൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ആ നായകൻ നടക്കുന്ന സ്ഥലത്തിലും, അതൊന്നും പക്ഷേ പെപ്പേൻ്റെ ആ ഒരു മാനറിസം കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു സ്റ്റൈലിഷ് സാധനം വന്നിട്ട് പിന്നെ ഇവിടേക്ക് സ്ലോ മോഷൻ മാറ്റി മറ്റേ ഒരു സ്ലോ മോഷനിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു പെപ്പേൻ്റെ ഒരു ലോക്കൽ നടത്തം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായത്. ആ ഒരു സംഭവം എടുത്തത് ശരിയായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം എനിക്ക് ഈ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കല്ലുകടിയായിട്ട് തോന്നിയിട്ടുണ്ടായത്. ഈ പടത്തിന് ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു മെയിൻ സംഭവം, സെക്കൻഡ് ഹാഫിൻ്റെ ഒരു സംഭവം, അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി സംഭവങ്ങളൊന്നുമില്ല. കാരണം ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒരേ കാര്യം തന്നെ നടക്കുന്നത്. പെപ്പ നാട്ടിലേക്ക് വരുന്നത്, അടുത്ത പ്രശ്നത്തിൽ ഇടപെടുന്നത്, അവരാളായിട്ട് വരുന്നത്, ആസ് യൂഷ്വൽ കാണുന്ന കുറേ പരിപാടികൾ. പിന്നെ ഇതിൽ ജഗദീഷ് അത്യാവശ്യം മോശമില്ലാത്ത റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളി സ്റ്റാർട്ടിൽ നിന്ന് തൊട്ട് ലാസ്റ്റ് വരെ ഉണ്ട്. പിന്നെ ഇവൻ്റെ ആളായിട്ട് പെപ്പേൻ്റെ ആളായിട്ട് ഹനാൻ ഷാ ഉണ്ട്. പുള്ളി സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഉണ്ടെങ്കിലും ഒറ്റ ഡയലോഗ് പോലും പുള്ളിക്ക് പറയുന്നില്ല. വായി തുറക്കാത്തൊരു ക്യാരക്ടറായിട്ടുള്ളത്, അത് അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് സിദ്ദിഖാണ്. സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കിടലൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ആകെ 2 സീനിലേ ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെപ്പേൻ്റെ ഇൻട്രോക്കും, അടുത്തൊരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് സിദ്ദിഖ് ചെയ്തിട്ടുള്ളത്. നല്ല കിടല റോള് സിദ്ദിഖ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പടത്തിൽ എനിക്ക് കുറച്ച് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് രസമുണ്ടായ ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സുനിലണ്ണനാവും. നമ്മളെ തെലുങ്കിലത്തെ അറിയാമല്ലോ, പുള്ളീൻ്റെ ഒരു മാനറിസും, പുള്ളിയാണ് ഇതിൽ മെയിൻ വില്ലനായിട്ട് വന്നിട്ടുള്ളത്. പുള്ളീൻ്റെ ഒരു മാനറിസും എല്ലാം പരിപാടി നമുക്കറിയാമല്ലോ. ആ ഒരു മാനറിസം പരിപാടിയിൽ പുള്ളീൻ്റെ ഒരു ഡയലോഗ്, പുള്ളീൻ്റെ ഒരു സ്റ്റൈലുണ്ട് ആ ഒരു ഡയലോഗ് ഡെലിവറിൻ്റെ എല്ലാം, അത് അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളീൻ്റെ ഒരു ആസ് യൂഷ്വൽ ഒരു പാട്ട് ഡാൻസിൽ പുള്ളീൻ്റെ കുറച്ച് സ്റ്റെപ്പ് പരിപാടിയെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം പുള്ളി നല്ല ഫണ്ണായി ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ടിരിക്കാനൊരു രസമുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ സ്റ്റോറി എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഒരു പ്ലെയിൻ ലെവൽ സ്റ്റോറി. ഇതിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടി ഒന്നുമില്ല. പിന്നെ കുറച്ച് കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിരുന്നത് ക്ലൈമാക്സ് സീനാണ്. പിന്നെ ഹിപ്സ്റ്ററും പിള്ളേറിലും വരുന്നുണ്ട്. ഹിപ്സ്റ്റർ വലിയ മോശമില്ല, അച്ഛൻ അധികം സീനൊന്നുമില്ല, 1-2 ഇല്ലോനി. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് പറഞ്ഞെങ്കിൽ കുറേ കുഞ്ഞി പിള്ളേർ ഇറക്കേണ്ടി വരും തോക്ക് പിടിച്ചിട്ട് ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അത് കിട്ടുന്നൊരു 1-1.5 സീനാവും. അത് പടത്തിൻ്റെ കണ്ടവർക്ക് മാത്രമേ ആ വൈബ് കിട്ടുമല്ലോ. അത് അടിപൊളിയായിട്ട്. പിന്നെ അവിടെ കാണുമ്പോൾ മൊത്തം വലിയ തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു. കാണുമ്പോൾ മൊത്തം വലിയ പ്രേക്ഷകരുടെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ബോംബ് പൊട്ടലും പിന്നെ ഞെട്ടിക്കുന്ന സംഭവങ്ങളും കുറേ ആൾക്കാർ ഇങ്ങനെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തീർത്ത് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ സമയത്തും പ്രേക്ഷകരിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒരു വലിയ ഇനിയിപ്പം ഞാൻ കാണാൻ പോയ തിയേറ്ററിൻ്റെ ഓഡിയൻസിൻ്റെ പ്രശ്നമൊന്നും എനിക്കറിയില്ല, വലിയൊരു ഓളം ഉണ്ടായിട്ടില്ല തിയേറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്രയൊക്കെയല്ലേ ഈ പടം. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് കാണുന്ന പടം കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാം, വേറൊന്നും പറയാനില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.